ഇന്ന് ചേരുന്ന സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ സർക്കാർ ജീവനക്കാരുടെ പ്രവൃത്തി ദിവസം 6 നിന്ന് 5 ആക്കി കുറയ്ക്കുന്നത് പരിഗണനയിൽ വന്നേക്കും. ഇത് സംബന്ധിച്ച് നേരത്തെ സർവീസ് സംഘടനകളുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തിയിരുന്നു. പ്രവൃത്തി 5 ദിവസമാകുമ്പോൾ രാവിലെയും വൈകിട്ടും ഓരോ മണിക്കൂർ അധികം സമയം ജോലി ചെയ്ത് ക്രമീകരിക്കാനാണ് ഉയർന്നു വന്ന നിർദ്ദേശം. ഇതിനോട് സർവീസ് സംഘടനകളൊന്നും ഇതുവരെയും എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടില്ല. അടുത്തയാഴ്ച തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ അവസാന മന്ത്രിസഭാ യോഗമായിരിക്കും ഇന്ന് ചേരുക. ഇല്ലെങ്കിൽ 16-ന് വീണ്ടും മന്ത്രിസഭാ യോഗം ചേരും. ശ്രീനാദേവി കുഞ്ഞമ്മ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് റേഷൻ കാർഡിൽ വ്യാജമായി പേര് ചേർത്താണെന്ന് പരാതി. ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പേര് ചേർത്തത് കാർഡുടമയുടെ ഭർത്തൃ സഹോദരിയുടെ മകൾ എന്ന് സൂചിപ്പിച്ചാണെന്നും എന്നാൽ കാർഡുടമയ്ക്ക് ഭർത്തൃ സഹോദരിയോ മകളോ ഇല്ലെന്നും പരാതിയിൽ പറയുന്നു. കാർഡുടമ 2024 സെപ്റ്റംബർ 18-ന് മരിച്ചുവെന്നും പരാതിയിലുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പേര് വെട്ടാൻ അടൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ ഉത്തരവിട്ടു. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് നേതാവുമാണ് ശ്രീനാദേവി കുഞ്ഞമ്മ. അടൂർ സീറ്റിൽ പരിഗണിച്ചില്ലെന്നാരോപിച്ച പത്തനംതിട്ട DCC ജനറൽ സെക്രട്ടറി ബാബു ദിവാകരൻ രാജിവെച്ചു. KPCC സാംസ്കാരിക സാഹിത്യ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അടൂർ നഗരസഭ മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് CV ശാന്തകുമാറിനെ അടൂരിൽ നേതൃത്വം ഏകദേശം ഉറപ്പിച്ചുവെന്ന വിവരം വന്നതോടെയാണ് രാജി. കോന്നി സ്വദേശിയാണ് ശാന്തകുമാർ. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമാണ് അദ്ദേഹം. ബാബു ദിവാകരൻ പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തിയേക്കും. കേരളത്തിൽ ആദ്യമായി ഫോർവേഡ് ബ്ലോക്കിന് നിയമസഭാ സീറ്റ് അനുവദിച്ച UDF. കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ നിയോജക മണ്ഡലമാണ് ഫോർവേഡ് ബ്ലോക്കിന് അനുവദിച്ചിരിക്കുന്നത്. ദേശീയ തലത്തിൽ ഇടതുമുന്നണിയുടെ ഭാഗമായ ഫോർവേഡ് ബ്ലോക്ക് കേരളത്തിൽ കോൺഗ്രസിനൊപ്പമാണ്. ഫോർവേഡ് ബ്ലോക്കിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി G ദേവരാജനാകും ചാത്തന്നൂരിൽ UDF സ്ഥാനാർത്ഥി. CPI തുടർച്ചയായി വിജയിക്കുന്ന ചാത്തന്നൂരിൽ കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും BJP ആണ് 2ാം സ്ഥാനത്തെത്തിയത്. പാചകവാതക ക്ഷാമം സംസ്ഥാനത്തെ ഹോട്ടലുകളുടെ പ്രവർത്തനത്തെ രൂക്ഷമായി ബാധിക്കുന്നു. തൃശൂർ ആസ്ഥാനമായ ഇന്ത്യൻ കോഫി ഹൌസ് ശൃംഖലയെയും പ്രതിസന്ധി ബാധിച്ചു തുടങ്ങി. കോഫി ഹൌസിന്റെ പല ശാഖകളിലും 1-2 ദിവസത്തേക്ക് മാത്രമുള്ള പാചകവാതകം മാത്രമാണുള്ളതെന്നാണ് റിപ്പോർട്ടുകൾ. പാചകവാതകം സ്റ്റോക്ക് പരിമിതമായ സാഹചര്യത്തിൽ മെനുവിൽ ഉൾപ്പെടെ മാറ്റം വരുത്തിയിരിക്കുകയാണ് കോഫി ഹൌസുകൾ.